ഗിരി ആർ. എല്ലാവർക്കും നമസ്കാരം. ഗിരി സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സായാഹ്നത്തില് ഇങ്ങനൊരു പ്രോഗ്രാമിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ RCMലൂടെ വിജയിക്കണമെന്ന് ദൃഢനിശ്ചയമെടുത്ത ആളുകൾ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ആശംസകള്. അറിയാലോ, ഔട്ട് ഓഫ് ടൗൺ ബിസിനസിന്റെ ഒരു വിഷയമാണ്. അപ്പോൾ എൻ്റെ ഒരു ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ ഞാൻ കടന്നു പോവുകയാണ് പറഞ്ഞ്. എന്തായാലും നമ്മുടെ കരിയറിൽ വലിയ വിജയങ്ങൾ നേടാനായിട്ട് എന്താ പറയുക, നമ്മളുടെ സ്വന്തം നാടിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പോകണം, അപ്പുറത്തേക്ക് കടക്കണം. അവിടെ അപാരമായ സാധ്യതകളാണ് ഇരിക്കുന്നത്. അതിലൂടെ തന്നെ പോയി നമ്മൾ എന്താണ് മുത്തുകളും പവിഴങ്ങളൊക്കെ നമുക്ക് ശേഖരിച്ച് ഒരു നാടിനെ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. ഒത്തിരി ആളുകളിൽ നമ്മൾ വിജയിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിജയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ എന്താ പറയുക, അവർ വലിയ വിജയങ്ങൾ നേടിയെടുത്തത്. ഇപ്പൊ നമ്മുടെ എന്നെ വിളിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ റൂബി ഗിരീഷ് സാർ എൻ്റെ മെന്ററും കൂടിയാണ്. ഒരുപാട് ആളുകളുടെ മെന്ററാണ്. ഒത്തിരി ആളുകളെ ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എവിടെ പോയാലും ചാലക്കുടി ആണെന്ന് പറഞ്ഞാൽ ഗിരീഷ് സാർ എന്ന് പറയുള്ളൂ. അപ്പോ ഗിരീഷ് സാർ ചാലക്കുടി ഭാഗത്തൊരു രാജാവാണെന്ന്. അപ്പോ എവിടെയാണോ നമ്മുടെ ഒരു ബിസിനസ് എവിടെയാണോ അത്ര ആക്റ്റീവ് അല്ലാത്ത അത്ര ഒരു അപാരമായ സാധ്യതയുള്ള ഒരു അവസരത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. RCM എന്നൊരു മഹാപ്രസ്ഥാനം. എൻ്റെ പേര് ഷിജോ തോമസ്. ചാലക്കുടിയിലാണ് വീട്. ചാലക്കുടിയിൽ പൂവത്തിങ്കൽ എന്ന സ്ഥലത്താണ്. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ബിനേഷ് സാർ, ഇപ്പോ ജസ്റ്റ് ഷെയർ സംസാരിക്കുന്ന ബിനേഷ് സാറാണ്. ബിനേഷ് സാറിന്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒരു ദൈവികത എന്ന് പറയില്ല, നമ്മൾ എന്താണോ ഒരു അതിയായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു സാമ്പത്തികമായിട്ട് ഉയരണം, രക്ഷപ്പെടണം എന്ന് അതിയായി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്നോണം ബിനേഷ് സാറിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കാണാൻ ഇടവരുന്നത്. അത് കണ്ടു. ഞാൻ ബിനേഷ് സാറിനെ കോണ്ടാക്ട് ചെയ്തു. കണ്ട ഉടനെ കോണ്ടാക്ട് ചെയ്തു. സാർ എന്താണ് ഈ RCM എന്ന് അന്വേഷിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, സാർ എൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തന്നു എനിക്ക്. യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസുകൾ. അപ്പൊ എൻ്റെ തൊട്ടടുത്തുള്ള നാട്ടുകാരായ ഇന്നത്തെ റൂബി അച്ചീവർ ഗിരീഷ് സാറ്, സുരേന്ദ്ര സാറ്, അതുപോലെ ഒരുപാട് അച്ചീവേഴ്സിനെ ഒക്കെ ഞാൻ വീഡിയോസിലൂടെ കണ്ടിരുന്നു യൂട്യൂബിലൊക്കെ. അങ്ങനെ ഞാനൊരു ഇതിലൂടെ എനിക്ക് വിജയിക്കാം എന്നൊരു ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് വരികയാണ്. അവിടെ നിന്നാണ് ഒരു സ്റ്റാർട്ടിങ്. ഈ പറഞ്ഞ പോലെ അന്ന് ഒരു കൊറോണ സമയം കൂടിയായിരുന്നു. വന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്തു, ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ വീട്ടുകാർക്കും എല്ലാവർക്കും സ്വാഭാവികമാണ്, എല്ലാവർക്കും ഒരു എതിർപ്പായിരുന്നു. പിന്നെ അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് ഈ ക്ലാസ്സുകൾ കേട്ട് ഇതിന് മനസ്സിലാക്കി ഉറച്ച തീരുമാനം എടുത്തു വന്നത് കൊണ്ട് ഞാൻ പതറിയില്ല. എടുത്ത തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ ജസ്റ്റ് ഒരു 5 ദിവസം കൊണ്ട് ബിഗിനർ, തൊട്ടടുത്ത മാസം കൊണ്ട് സ്റ്റാർട്ടർ, ഓപ്പണർ, അതിനുശേഷം പിറ്റേ മാസം ഈഗിള്, അങ്ങനെ 9 മാസം കൊണ്ട് സ്റ്റാർ, 11 മാസം കൊണ്ട് റോയൽറ്റി. പക്ഷെ ഇതിനൊക്കെ ഒരു ഓപ്പണറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഔട്ട് ഓഫ് ടൗൺ ബിസിനസ് അന്ന് എന്നെ കൊണ്ടുവന്ന എനിക്ക് എൻ്റെ ലീഡറായിട്ടുള്ള ബിനേഷ് സാറ് അന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നു, നമ്മൾ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ഓപ്പണറിന് ശേഷമേ ആ ഒരു ശീലം കൊണ്ടുവന്നു ടീമിൽ. ദൂരെ, കാരണം വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് RCMലേക്ക് വരുന്നത്. ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കണ്ട ലീഡേഴ്സൊക്കെ ഔട്ട് ഓഫ് ടൗൺ ബിസിനസ്സിലാണ്, അല്ലെങ്കിൽ അത്ര സ്റ്റേറ്റിലൊക്കെ വളർത്തിയെടുത്ത് അവർ വലിയ നിലയിലെത്തിയ ലീഡേഴ്സാണ്. അങ്ങനെ അന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു ജില്ലകളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്നും അന്ന് പോയിട്ടില്ല. പക്ഷെ മറ്റു ജില്ലകളിലേക്കൊക്കെ പോയി, സ്റ്റാർ, റോയൽറ്റി വരെയൊക്കെ. ഓക്കെ, നമുക്കതിൽ ഔട്ട് ഓഫ് ടൗൺ ബിസിനസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റാണ് കരിയറിൽ വിജയം, വലിയ വിജയങ്ങൾ, ചെറിയ വിജയങ്ങളല്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ചെറുതാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകില്ല. നമുക്ക് വലിയ സ്വപ്നങ്ങൾ നേടാനും ഒരുപാട് ആളുകളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാടിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കിടക്കണം. അടുത്തൊരു കാര്യമാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. ഇതിന് മുൻപായിട്ട് നമ്മുടെ മെന്റർ, എപ്പോഴും നമ്മുടെ ഒരു മെന്ററിനെ അറിയിച്ചിട്ട് വേണം നമ്മൾ എവിടേക്ക് പോകാനും. അതുവഴി നമുക്കൊരു കൗൺസിലിംഗ് ഉണ്ട്. നമുക്ക് മെന്റർ എന്ന് പറയുന്നത്, കൗൺസിലിംഗ് എന്ന് പറയുന്നതും RCMന്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ദൂരേക്ക് പോവുകയാണ് ഒരു ബിസിനസ്സായിട്ട്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും RCMായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മെന്ററുടെ അടുത്തിരുന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മളത് പോകാനായിട്ട്. ഇനി അതിന്റെ പോയിന്റിലേക്ക് ഞാൻ വരാണ്.
വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകളാണ്. അതിൽ ഒന്നാമത്തെയാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഇതൊരു മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റി, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒന്നാമത്തെ പോയിന്റ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതിന്റെ. RCM അറിയാത്ത ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ നോക്കുന്ന 140 കോടി ജനങ്ങളിൽ കേവലം വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രമാണ് RCM എത്തിയിട്ടുള്ളൂ. ഇനി പഠിച്ചിറങ്ങുന്ന പുതിയ തലമുറ എന്താണ്, ഏതെങ്കിലും ഒരു നല്ലൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. കാരണം ഇപ്പോ വിദേശ രാജ്യങ്ങളിലും ഒക്കെ വളരെ ഒരു അത്യാവശ്യമായി തീർന്നിരിക്കുക അവിടുത്തെ ആളുകൾക്ക്. കാരണം അവരൊക്കെ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഉണ്ട്. അപ്പൊ നിനക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഒക്കെ കോഴ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഇറങ്ങി പഠിച്ചു വരുന്നു. അപ്പോൾ അവരൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ഒരു 10 വർഷത്തിനുള്ളിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MLM-ന് വലിയൊരു സ്വീകാര്യതയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനൊരു വിഷൻ ഉള്ള ആളുകളാണ് ഇപ്പോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സൂം പ്രോഗ്രാമിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ. കാരണം ഈ വിഷൻ, അതായത് സംഭവിക്കാവുന്ന കാര്യങ്ങൾ, അതായത് പിന്നീട് സംഭവിക്കാവുന്ന കാര്യങ്ങളെ ഇന്ന് കാണുന്നതാണ് വിഷൻ. സംഭവിക്കാൻ കഴിയില്ലാത്തതിനല്ല, സംഭവിക്കാൻ സാധിക്കുന്ന, അതായത് സാധിക്കാവുന്ന കാര്യങ്ങൾ ഇന്ന് നേരത്തെ കാണുന്നതാണ് വിഷൻ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അത്ര വലിയൊരു സംഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾ ഈ RCM-ല്, അതായത് ഒരു നല്ല MLM, ഒരു നല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് അന്വേഷിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ഒരു എത്തിക്സോട് കൂടിയും ലക്ഷ്യങ്ങളോട് കൂടിയും പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രസ്ഥാനമാണ് RCM. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന ഈ കുട്ടികളും അല്ലെങ്കിൽ യുവാക്കൾ ഇപ്പൊ തന്നെ അറിയാം, നെക്സ്റ്റ് ജനറേഷൻ RCM-നെ ഏറ്റെടുത്ത് കഴിയും. അവരൊക്കെ ഏത് MLM തിരഞ്ഞെടുക്കും? തീർച്ചയായിട്ടും 100% RCM-ലാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇന്ന് ആരാണോ നാനാഭാഗങ്ങളിൽ ഔട്ട് ഓഫ് ടൗൺ ബിസിനസ്സിൽ വിത്ത് വിതച്ച് നട്ട് വളർത്തി ആ ഒരു ടീമിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നവര്, അവരൊക്കെ അന്ന് വലിയ ആളുകളായി തീരും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ഇപ്പൊ ഇതുവരെ ഉള്ള ഒരു വളർച്ചയല്ല ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ ടെക്നോളജി വളർന്നു, ഇപ്പോ കംപ്ലീറ്റ് AI യുഗത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോ പലരുടെയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു 10 വർഷം RCM-ന്റെ അതിവേഗത്തിലുള്ള വളർച്ചയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു ഉറച്ച തീരുമാനം. രണ്ടാമത്തെ പോയിന്റാണ് ഡിറ്റർമിനേഷൻ. നമ്മൾ ദൂരേക്ക് ഒരു ബിസിനസ്സായിട്ട് ലക്ഷ്യം വെച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു കാരണവശാലും ആ ഏരിയയിൽ, നമ്മൾ പോകുന്ന ഏരിയയിൽ ഒരു വ്യക്തിയെങ്കിലും ഒരു ടെക്നിക്കൽ അച്ചീവറെങ്കിലും ആക്കാതെ നമ്മുടെ ഒരു അംശം പോലും നമ്മുടെ ശ്രദ്ധ മാറരുത്. കാരണം അത്രയും ദൃഢനിശ്ചയത്തോടു കൂടെ തീരുമാനം എടുത്തിട്ടേ ഞാൻ പുറത്തേക്ക് പോകാവൂ. വേറൊരു ഏരിയയിൽ ഒരു എന്താ പറയാ, ഒരുപാട് ടെക്നിക്കൽ അച്ചീവേഷൻ നമ്മൾ സ്വപ്നം കാണണം. വലിയ സ്വപ്നത്തോടു കൂടി ഒരു ഉറച്ച തീരുമാനം എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പോകാവൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പുറത്തേക്ക് നമ്മൾ പോയി, കാരണം അവിടെ വേറെ ആളുകൾക്ക് ഒരു അവസരമായിരുന്നു നമ്മൾ കളയുന്നത്. കാരണം അതുകൊണ്ട് നമ്മൾ എടുത്ത തീരുമാനം ഉറച്ചു നിൽക്കുക. ഒരു മൂന്നാമത്തെ കാര്യമാണ് നോളേജ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സിസ്റ്റം. പറയാണ്, നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു മിനിമല്ല, എത്ര നോളേജ് ഉണ്ടോ അത്രയും നല്ലതാണ്. പക്ഷെ അറിവില്ലാതെ, നമുക്ക് അത്യാവശ്യം പ്രൊഡക്റ്റുകളെ പറ്റി അറിയാതെ, അല്ലെങ്കിൽ RCM-ന്റെ സിസ്റ്റത്തിനെ പറ്റി അറിയാതെ നമ്മൾ ദൂരെ പോയി ബിസിനസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കാരണം ഒരു സമൂഹത്തിന് തന്നെ അത് അറിവില്ലായ്മയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിച്ച്, എത്ര പഠിക്കാൻ പറ്റുമോ അത്ര പഠിക്കുക, പ്രൊഡക്റ്റുകളെ പറ്റി, സിസ്റ്റത്തിനെ പറ്റി. കാരണം സിസ്റ്റം നമ്മൾ കൊടുക്കുക, സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഒരാളെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് ടൗണിലേക്ക് പോകാമെന്നും തീരുമാനിക്കരുത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഓപ്പണർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ബിനേഷ് സാറും എൻ്റെ ലീഡറൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ, കൊട്ടാരക്കര, അതായത് കുറച്ചുകൂടി വേറെ സ്റ്റേറ്റ് അല്ലെങ്കിലും ഞങ്ങൾ കേരളത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരു അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം അന്നില്ല. തൊഴിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാം അറിയാം, ഒരു ടീം ബിസിനസ്സിലൂടെ ഒരു ഓപ്പണറിലൊക്കെ എത്ര വരുമാനം കിട്ടും. പക്ഷെ ഞാൻ എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ജോലിയും വിട്ട് RCM-ൽ വന്ന ഒരാളാണ്. എൻ്റെ വൈഫ് നേഴ്സാണ്. പക്ഷെ എൻ്റെ വൈഫും കൂടി ഒരുമിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ വേറെ വരുമാനം ഇല്ല, പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങാനല്ല നിന്നത്. അവിടെ ഇന്നൊരു സ്ഥലത്ത് പോയിട്ട് RCM-നെ വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു നോളേജ് നേടിയെടുത്തു. അങ്ങനെ പോയി. ഇപ്പൊ നമ്മൾ പല ആളുകാരും ഡീപ്പായിട്ട് പ്രൊഡക്റ്റുകളുടെ സയൻസ് മുഴുവൻ പഠിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചാൽ നടക്കില്ല. പഠനത്തോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, അതിന്റെ ആക്ഷൻ, നോളേജ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു റിസൾട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ആക്ഷനും മുന്നോട്ട് പോകണം.
ഒരു ഒരു ന്യൂട്രിചാർജ് വുമൺ പറയണമെങ്കിൽ അതിന്റെ അമിനോ ആസിഡുകളുടെ സയൻസ് മുഴുവൻ അറിഞ്ഞിട്ട് വേണ്ട നമുക്ക് പറയാനായിട്ട്. ഒരു സാധാരണ സ്ത്രീനെ കാണുകയാണെങ്കിൽ പറയാം വയ്യ ക്ഷീണം എന്ന് തോന്നുന്ന ലേഡിയോട് നമുക്ക് ഈ ന്യൂട്രിചാർജ് വുമൺ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ക്ഷീണം മാറ്റാനും HB ലെവൽ കൂട്ടാനും അയൺ കണ്ടന്റ് 25 അയൺ, അതുപോലെ 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, ഇത്തരമുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഓയിൽ, നമ്മുടെ ഓയിലിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു വീട്ടമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ പോലും അവർ സ്വീകരിക്കും, അവർ ഉപയോഗിച്ച് നോക്കും, അതിലൂടെ മറ്റു പല ആളുകളിലേക്കും പോകും. അപ്പൊ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നല്ല അറിവുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, നാലാമത്തെ ഒരു പോയിന്റ് ആണ് നമ്മൾ ദൂരേക്ക് പോകുന്നത്. ഇന്നത്തെ വിഷയം ദൂരേക്ക് പോകുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് ഞാൻ ഒരു നോർമൽ വിഷയമല്ല പറയുന്നത്, ഔട്ട് ഓഫ് ടൗൺ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജിയും ആൻഡ് കോൺഫിഡൻസ്. നമ്മളുടെ എനർജി, നമ്മളിപ്പോൾ ദൂരേക്ക് പോകുമ്പോൾ പലരും യാത്ര ചെയ്ത് ക്ഷീണിച്ചായിരിക്കും അവിടെ എത്തുന്നത്. ഒരു പക്ഷേ ദീർഘദൂര യാത്രകളായിരിക്കും. ഇപ്പൊ ഞാൻ തെലങ്കാനയിലൊക്കെ പോയൊരു അനുഭവം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ എന്റെ ടീമിലെ ഒരു വ്യക്തിയായിട്ട് തന്നെ ഞാൻ തെലങ്കാനയിലേക്ക് ഇപ്പൊ നമ്മുടെ ഗിരി സാറൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്നതാണ് ജമ്പിങ് ത്രൂ വിൻഡോ ടെക്നിക്ക്. ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളിൽ നിന്ന് 10 ആളിലേക്ക് വേഗം കിടക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ടീമിലൊരു അസോസിയേറ്റിന്റെ റിലേറ്റീവായിട്ട് ഞാൻ തെലങ്കാന പോകേണ്ട ഒരു അവസരം വന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനെ പൈസയൊക്കെ ആയിട്ട് ഒത്തിരി പൈസ വരുന്ന സമയമൊന്നുമല്ല ആ സമയത്ത്. പക്ഷെ എന്റെ എനർജി, നമ്മുടെ ഗിരി സാറൊക്കെ എപ്പോഴും പറയില്ലേ, നമ്മുടെ എനർജി, നമ്മുടെ കോൺഫിഡന്റ്, തണുപ്പന്മാർ പോലും തണുപ്പന്മാരുടെ കൂടെ വരില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് സാറ്. അപ്പൊ നമ്മുടെ എനർജി ഇല്ലെങ്കിൽ, ഇപ്പോ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പൊ തെലങ്കാനയൊക്കെ പോണ സമയത്ത് മിക്കവാറും തുടക്ക സമയങ്ങളിലൊക്കെ, അന്ന് ഞാൻ ടെക്കിൽ അച്ചീവർ ആയിട്ടില്ല, അന്ന് റോയൽ അച്ചീവറാണ്. മിക്കവാറും സമയങ്ങളിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. അത് ഗിരി സാറിനൊക്കെ നന്നായിട്ട് അറിയാം, ബിനിയ സാറിന് അറിയാം, സുരേന്ദ്ര സാറിന് അറിയാം. ജനറൽ കാരണം പെട്ടെന്ന് വിളിച്ച് പോകണമെന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയ ട്രെയിനിൽ കയറി പോകും. അപ്പോൾ ഒരു 24 മണിക്കൂർ 26 മണിക്കൂർ യാത്ര ട്രെയിനിൽ തന്നെ, അതിനുശേഷം അവിടുന്ന് പിന്നെയും ബസ് യാത്ര, അവിടുന്ന് പിന്നെ അങ്ങനെയൊക്കെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, പക്ഷെ എത്രയൊക്കെ യാത്ര ചെയ്താലും അവരുടെ മുമ്പിൽ നമ്മൾ ഫുൾ എനർജി ആയിട്ട് നിൽക്കണം, ഫുൾ കപ്പാസിറ്റി ആയിട്ട്. എത്ര ക്ലാസ് കൊടുക്കാൻ പറഞ്ഞാലും നമ്മൾ സന്നദ്ധരായിരിക്കണം. ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞു, അടുത്തൊരാൾ വന്നു, അല്ലെങ്കിൽ 2 പേര് വന്നു, ഞങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. നമ്മുടെ എനർജി, നമ്മുടെ മുഖത്ത് പോലും നമ്മുടെ എനർജി നഷ്ടപ്പെടാനായിട്ട് തോന്നരുത്. ഞാൻ ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഒരു കോമൺ മീറ്റിംഗ് കഴിഞ്ഞ് ഒരാൾക്ക് പറയാൻ വേണ്ടി ഒരാൾ വന്നാൽ പോലും, അതൊക്കെ ഞാൻ ഗിരീഷ് സാറിനൊക്കെ ഒരുപാട് പഠിച്ച കാര്യമാണ്. തെലങ്കാനയിൽ ഗിരീഷ് സാർ വർഷം വരികയുണ്ടായി. അപ്പൊ അവിടെ ഒരു കോമൺ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 2 പേര് സുഹൃത്തുക്കൾ വന്നു. അവർക്ക് വേണ്ടി പോലും നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആ ക്ഷമയോട് കൂടി, ആ എനർജിയോട് കൂടി, ഒരു അംശം പോലെ എനർജി നഷ്ടപ്പെടാതെയാണ് സാർ ആ ക്ലാസ് എടുത്തത്. അതിനൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ എമറാൾഡ് സുരേന്ദ്ര സാറിൽ നിന്നൊക്കെ ഒത്തിരി ഞാൻ പഠിച്ചിട്ടുണ്ട്, ദൂരെ പോളി ബിസിനസ്സിലൊക്കെ. അതുകൊണ്ട് നമ്മൾ വന്നത് ബസ്സിലാണോ, നമ്മൾ ട്രെയിനിലാണോ, നമ്മൾ താമസിച്ചത് എവിടെയാണോ, നമ്മൾ കിടന്നത് എവിടെയാണോ, അതൊന്നൊരു വിഷയമല്ല. അവരുടെ മുമ്പിൽ നമ്മൾ ഫുൾ എനർജി ആയിരിക്കണം. പിന്നെ കോൺഫിഡൻസ്, നമ്മുടെ വാക്കുകളിൽ ആത്മവിശ്വാസമാണ് നമ്മുടെ കൂടെ ആളുകൾ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ എടറിയും പതറിയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. നമ്മുടെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കോൺഫിഡൻസ്. 100% ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ ബിസിനസ്സിൽ പോകണം. നിങ്ങൾ പ്രൊഡക്റ്റുകൾ 100% RCMന്റെ ഡ്രസ് ഇട്ടേ പോകാവൂ, RCMന്റെ ഷൂ ധരിച്ചേ പോകാവൂ, നമ്മുടെ കയ്യിൽ RCMന്റെ ബാഗ് ആയിരിക്കണം, എല്ലാം എവരിത്തിങ് നമ്മുടെ RCMൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ധരിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ആ കോൺഫിഡൻസ് കൂടും. അല്ല മറ്റുള്ളൊരു കമ്പനികളുടെ ഡ്രസ്സുകളൊക്കെ ഇട്ടു, മറ്റുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച്, ഒരു ക്രീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു സ്പ്രേ, ഒരു പെർഫ്യൂം, എന്തും RCM ആയിരിക്കണം. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കിയാൽ പോലും മനസ്സിലാവും, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഇത് വെറുതെ പറയുന്നതല്ല, സത്യസന്ധമായിട്ട് മാത്രം പറയുന്നതാണ്. ഓക്കെ, അപ്പൊ കോൺഫിഡൻസ്. 5ാമത്തെ കാര്യമാണ് ബ്യൂട്ടിഫുൾ ബിഗിനിങ്. ഒരു സുന്ദരമായ, ഒരു മനോഹരമായ തുടക്കമായിരിക്കണം ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ്സിൽ. കാരണം ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് ഇത് കഠിനമായ ഒരു വിഷയമാണെന്ന്, കഠിനമായ ഒരു മാർക്കറ്റിംഗ് ആണെങ്കിൽ കഠിനമായി തോന്നുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നരുത്. ഇത് വളരെ മനോഹരമായ ഒരു കാര്യമാണല്ലോ. ഇത് ഇന്നേ വരെ മാർക്കറ്റിൽ, ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ പല സിസ്റ്റം അതുപോലെ അല്ലല്ലോ. ചിലപ്പോൾ അവർ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ടാവും, പല മാർക്കറ്റിങ്ങുകളും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ സുന്ദരമായൊരു, എത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് RCM എന്ന് നമ്മുടെ സംസാരത്തിൽ തോന്നണം. നമ്മൾ ആദ്യം തന്നെ ചെന്നിട്ട് അവിടെ ഒരു പുതിയ ആളുകളായിരിക്കും, RCM കേൾക്കാത്ത ആൾക്കാരായിരിക്കും. ഞാനിപ്പോ ഏറെക്കുറെ ഔട്ട് ഓഫ് ടൗണിലൊക്കെ പോയതൊക്കെ ആരും RCM കേട്ട ആളുകളല്ല, RCMനെ അറിയാത്ത ആളുകളിലേക്കാണ് ഞാൻ ഏറെക്കുറെ പോയത്. അത് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട്
നമ്മൾ ഒരുപാട് നമ്മുടെ വാക്കുകളിൽ കഠിനമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വീകാര്യത കുറവായിരിക്കും. വളരെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പും മല്ലിയും മുളകും സിമ്പിളായിട്ട് ഒരു മാർക്കറ്റ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ, സാധാരണ നമ്മുടെ വീട്ടിലേക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കും? ഗിരി സാറൊക്കെ എപ്പോഴും കാണിക്കാറുണ്ട് ഒരു 6 മാസത്തെ കണക്ക് അല്ലെ. ഒരു 6000 രൂപ വെച്ച് 6 മാസത്തേക്ക് മേടിക്കണമെങ്കിൽ എത്ര രൂപ നമുക്ക് RCM ബ്രാൻഡ് മാറണമെങ്കിൽ അത് MRPക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു അസോസിയേറ്റ് ബയർ ആയതുകൊണ്ട് നമുക്ക് പിന്നെയും ബെനിഫിറ്റ് ഉണ്ട്. ഒരു ഫ്രീ 6 മാസത്തെ കൺസിസ്റ്റൻസി ഫ്രീ പ്രൊഡക്റ്റ്. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് മനോഹരമായിട്ട് തോന്നും. അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആണ് ക്രിയേറ്റ് ദ ലീഡർ. അതായത് നമ്മളൊരു സ്ഥലത്ത് ആദ്യം ഇതിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ, ആ ആൾ ഒരു എത്തിക്സ് ഉള്ള ആളായിരിക്കണം. ആള് വെറും ഒരു പൈസ 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 ആ ഒരു ലക്ഷ്യം മാത്രമല്ലാത്ത ഒരാളാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഒരു ആളുകളുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് കിട്ടിയ ഈ നന്മ മറ്റുള്ളവർക്ക് കൊടുക്കാം, അതിലൂടെ എനിക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ആ ഒരു മൈൻഡുള്ള ആളുകളെ. അപ്പൊ നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? അദ്ദേഹത്തിന് RCM എന്നൊരു പ്രസ്ഥാനത്തിനെ ഉൾക്കൊള്ളാൻ കഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയാണ് ഒരു ലീഡറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു വ്യക്തിയിലേക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഓടരുത്. ഇപ്പൊ ഞങ്ങൾ തെലങ്കാന പോയി. തെലങ്കാനയിൽ അവിടെ ഒരു മേഡം സ്കൂൾ, ശ്രീകല എന്നാണ് മേഡത്തിന്റെ പേര്. അവിടെ ഒരു സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന മേഡമാണ്. ഞങ്ങൾ ഒരേ പ്രാവശ്യം പോകുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാ ലീഡേഴ്സും വന്നിട്ടുണ്ട്. എല്ലാ ലീഡേഴ്സിന്റെ ഹെൽപ്പും സപ്പോർട്ടും കൂടിയാണ്. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ എൻ്റെ മെന്റേഴ്സിനോട് പറഞ്ഞിട്ടാണ് പോവുക. അവിടെ ചെന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയണമെന്ന് മെന്ററുടെ അടുത്ത് ചോദിച്ച് പഠിച്ചിട്ടാണ് പോവുക. ആണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു മെന്ററോട് പറഞ്ഞിട്ടേ പോകാവുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തിനെ, അവിടെ ഇത് ഉൾക്കൊള്ളാവുന്ന കഴിവുള്ള പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിനെ RCMന്റെ സാധ്യതകൾ പറഞ്ഞ് അദ്ദേഹത്തിനാണ് പഠിപ്പിച്ച്, നമ്മുടെ ലക്ഷ്യം ആ ഒരു ലീഡർ ആയിരിക്കണം. ഇപ്പൊ അദ്ദേഹം കുറെ ദൂരം വേറൊരു ഏരിയ കാണിച്ചു തന്നു, നമ്മൾ അത് വിട്ട് മറ്റോടത്തേക്ക് ഓടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ അടുത്ത ചില ഓടാൻ പറയും, പിന്നെ അങ്ങോട്ട് ഓടും. അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് നിലനിൽക്കണം, അവിടെ നിന്നിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരാളെ നല്ലൊരു ലീഡർ, മിനിമം ഒരു പ്ലാൻ, പ്രൊഫൈല് അതൊക്കെ എഴുതി കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ലീഡറാക്കി എടുക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 7ാമത്തെ കാര്യം, ലാംഗ്വേജ്, ഭാഷ. ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ തെലുങ്കാനൊക്കെ പോയിപ്പോൾ അവിടെ തെലുങ്ക് അറിയാവുന്നവരാണ്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം, ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം ഹിന്ദിയിൽ അറിയാം. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് ഹിന്ദി അറിയാം. ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അവിടുത്തെ ആളുകൾക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഭാഷ വേറെ ആണെങ്കിലും, ഇപ്പൊ തമിഴ് എനിക്ക് ഒട്ടും, കാരണം ഒരു വാക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ അധ്വാനം മുഴുവൻ വെറുതെയാവും. അപ്പോൾ നമ്മൾക്കൊരു ഭാഷ അല്ലെങ്കിൽ വാക്കുകൾ കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമ്മൾ അവരുടെ ഭാഷ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഭാഷ, ഇപ്പോ നമ്മളുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് അത്. ഇപ്പൊ ഒരു മലയാളി ആണെങ്കിൽ എന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ശ്രീകലമ്മയുടെ ഉദാഹരണം ഞാൻ എന്റെ ബിസിനസ് ആയിട്ട് പറയുന്നതാണ്. അവിടെ മലയാളിയാണ്, അവർ 30 വർഷമായിട്ട് അവിടെ തെലുങ്കാനയിൽ സെറ്റിൽഡാണ്. അപ്പോൾ അങ്ങനെ ഒരു മലയാളി ആവണമെങ്കിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന അതേ ഫീലിങ്സോട് കൂടി തന്നെ, അതേ ഭാവത്തോടു കൂടി, അതേ സൗണ്ട് മോഡുലേഷൻ എല്ലാം അതേപോലെ അത് ഡ്യൂപ്ലിക്കേഷൻ വരും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ക്ലാസ് കേൾക്കുന്ന ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തും. പക്ഷെ അവിടെ മറ്റൊരു ഭാഷ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ, അപ്പൊ നമ്മളിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ചേഞ്ചസ് വരാം. ഇപ്പൊ നമ്മൾ അവിടെ ക്ലാസ് കഴിഞ്ഞ് വന്നു, നമ്മൾ ചിലപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ആ ഫോണിൽ കൂടെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഞാൻ മലയാളിയാണ്, അദ്ദേഹത്തിന് മലയാളം അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബന്ധം തന്നെ പോയിന്ന് വരും. പറയാൻ പറ്റില്ല, ഒരു ഒറ്റ വാക്കൊക്കെ നമുക്ക് മാറിപ്പോകാം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഒരു മലയാളി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാ. ആ മലയാളിനെയാണ് ഈ സംഭവം പഠിപ്പിക്കേണ്ടത്. അപ്പൊ എന്താണ്, ആ മലയാളി അവിടെ ഇപ്പൊ ശ്രീകല മേഡത്തിന് പ്ലാനും ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, മേഡത്തിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. മേഡം അത് അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ സംസാരിക്കും. നമ്മളിപ്പോ അവരുടെ ഒരു അന്യ നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ അവർക്കൊരു സംസ്കാരം ഉണ്ടാവും, അവിടുത്തെ ഒരു രീതികളുണ്ടാവും. അതിനെ ഉയർത്തി കാണിക്കണം അവരുടെ മുമ്പിൽ. ഇപ്പൊ അവരുടെ ആചാരങ്ങളായിക്കോട്ടെ, അവരുടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, അവിടുത്തെ ആ നാടിന്റെ രീതികളായിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളാണെങ്കിലും നമ്മൾ അവരുടെ രീതികളെല്ലാം ബഹുമാനിച്ച് അവരെ ആ രീതികളോട് ഉൾക്കൊണ്ട് നിന്നേ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമ്മൾ മലയാളികള് നമ്മുടെ സ്വന്തം ഭാഷയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഭാഷയിൽ നമ്മൾ അത്ര ഫ്ലുവൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം സംസാരിക്കുന്നത് പോരാ, മലയാളി തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് എന്ത് ട്രാൻസ്ലേറ്റ് അപ്പോൾ അവിടെ ഇനി അവിടെ ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ നമുക്ക് ഭാഷയുടെ അങ്ങനെ എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ, ഇപ്പോൾ വിധി സാറൊക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിലൊരാളെ വിളിക്കും, എന്നിട്ട് എന്താണ് അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കും. ഇപ്പൊ ഒരു റൈസ് ബ്രാൻ ഓയിലിനെ പറ്റി ഞാൻ ഗിരി സാറൊക്കെ കോയമ്പത്തൂരൊക്കെ സാറിന്റെ കൂടെ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ഒരു റൈസ് ബ്രാൻ ഓയിലിന്റെ അപ്പൊ ഞാൻ ഭാഷയുടെ കാര്യം പറഞ്ഞു വന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാം. നമ്മൾ ഗിരി സാർ പറഞ്ഞ പോലെ ഞാൻ കോയമ്പത്തൂരൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു നോട്ടീസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ അവരുടെ ശൈലിയിൽ വായിക്കും. അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അടുത്തൊരു വിഷയമാണ് ഇൻവെസ്റ്റ്മെന്റ് സെറ്റ്. അപ്പൊ നമുക്ക് പോകുമ്പോൾ യാത്രാ ചെലവുകള്, താമസിക്കാൻ ചെലവുകള്, ഇതൊക്കെ വരാം. അപ്പൊ നമ്മളത് മുൻകൂട്ടി കരുതിയിട്ട് വേണം നമ്മളത് പോകാനായിട്ട്. കാരണം ഒരു കാര്യത്തിലും നമ്മളൊരു പിശക്ക് കാണിക്കുക. കാരണം ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിന് കൂടി ബിസിനസ്സാണ്. ഇപ്പൊ നമുക്ക് പറയാം നോൺ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്കിങ്ങനെ പോകാനും കാര്യങ്ങൾക്കൊക്കെ എന്താ പറയാ, പലപ്പോഴും യാത്രയ്ക്കൊക്കെ ആയിട്ട് നല്ല പൈസ വരും, ഭക്ഷണത്തിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ലോങ് ടൈമിന് വേണ്ടിയിട്ട്, ഒരു ദീർഘകാല വലിയ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന ചിന്താഗതിയോട് കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുകയാണെങ്കിലും നമ്മളത് ഷെയർ ചെയ്ത് ലീഡേഴ്സൊക്കെ ആയിട്ട്, അപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേണം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ എന്റെ ടീമിലെ പല ആളുകൾക്കും എന്താ പറയാ, അവർ തന്നെ പറയാറുണ്ട്, സാറേ ഇതൊക്കെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നേട്ടങ്ങളാണ്, പിന്നീട് ഇതിനൊക്കെ ഇരട്ടി കിട്ടും. ഞാൻ ഈ RCMൽ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ എത്ര രൂപ ഇറക്കിയിട്ടുണ്ടല്ലോ മീറ്റിങ്ങുകൾക്കോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അതിന്റെയൊക്കെ എത്രയോ മടങ്ങാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം. ഇപ്പൊ വരുമാനം കിട്ടുമ്പോൾ ഞാൻ നോക്കുന്ന ഏറ്റവും അംശം പോലും ഞാൻ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത്രയധികം ഒരു നേട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് എഡിഫിക്കേഷൻ ഓഫ് അവർ ലീഡേഴ്സ്. നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ നമ്മൾ മാത്രമായിരിക്കരുത് അവരുടെ കണ്ണിൽ ലീഡേഴ്സ്. കാരണം നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ അവർക്ക് അത് ലീഡേഴ്സിനെ ഡിഫൈൻ ചെയ്യണം അവർക്ക്. കാരണം ഇതൊരു കൂട്ടായ്മയുടെ ബിസിനസ്സാണ്, നമ്മുടെ ലീഡേഴ്സിന്റെ ബിസിനസ്. നമ്മുടെ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും എന്റെ എക്സ്പീരിയൻസ് പറയുന്നത്, തെലങ്കാന എവിടെ ആയിക്കോട്ടെ, ഇപ്പൊ കോയമ്പത്തൂർ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ആദ്യം 1-2 പ്രാവശ്യത്ത് ഒന്ന് പോയി, എന്നിട്ട് അതിനുശേഷം ലീഡേഴ്സിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് പ്രോപ്പറായിട്ട് തന്നെ എഡിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കണം. അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴേക്ക് നമ്മുടെ ലീഡർമാരെ കൊണ്ടുപോകല വേണ്ടത്. നമ്മുടെ ലീഡർക്ക് അവിടെ വരാനും സംസാരിക്കാനും ഒരു വഴി ഒരുക്കി, അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ട് വേണം നമ്മുടെ ലീഡർമാരെ അവിടെ കൊണ്ടുപോകാനായിട്ട്. എന്നാൽ ഒരിക്കലും നമ്മുടെ ലീഡർമാരുടെ വാല്യൂ അവിടെ നഷ്ടപ്പെടുത്തരുത്. കാരണം പ്രത്യേകിച്ച് ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ് ആകുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ലീഡേഴ്സിന്റെ വാല്യൂ അവിടെ കുറച്ച് കാണിക്കരുത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ സമയത്ത്, ശരിയായ സമയത്ത്, ശരിയായ സാഹചര്യത്തിൽ വേണം നമ്മൾ ലീഡർമാരെ എഡിഫൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അടുത്തൊരു അറിയാം, അവിടുത്തെ ഡോൺ യൂസ് ദെയർ ഫെസിലിറ്റീസ്. അതിപ്പോ അവരുടെ സൗകര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പോകുന്ന ദൂരെ സ്ഥലങ്ങളിൽ പോകുന്നു, ചിലപ്പോൾ ഒരാളുടെ വീട്ടിലായിരിക്കും ക്ലാസ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ അവരുടെ സൗകര്യങ്ങൾ പരമാവധി അവരുടെ സൗകര്യങ്ങൾ യൂസ് ചെയ്യരുത്. അവരുടെ വീട്, അവർ തരുന്ന ഭക്ഷണം, എന്തായിക്കോട്ടെ, ഒരു പക്ഷെ വാഹനം, പരമാവധി നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എപ്പോഴും പറയുന്ന കാര്യമാണ്, പട്ടിണി കിടന്നാൽ പോലും ഒരാളെ അറിയിക്കരുത്. അപ്പോൾ ഡോണ്ട് യൂസ് ദെയർ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. അവരിപ്പോ ഭക്ഷണം ഒരുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ താമസ സൗകര്യം ഒരുക്കുക. നമ്മൾ നിയറസ്റ്റ് എവിടെയാണോ താമസിക്കാൻ ഒരു സൗകര്യം നമ്മൾ കണ്ടെത്താം, നമ്മൾ അവിടെ ആയിരിക്കണം. അത് അവരോട് പറയണം എന്നില്ല. നമ്മൾ എവിടെ താമസിക്കുന്നു, എവിടെ ഭക്ഷണം കഴിക്കുന്നു, അതൊന്നും അവരോട് പറയേണ്ട കാര്യം തന്നെയില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് നമ്മളെ കാര്യത്തിൽ അവർക്കൊരു ടെൻഷൻ പാടില്ല. നമ്മൾ വരികയാണെന്ന്, നമ്മൾ അടുത്ത നെക്സ്റ്റ് ടൈം വരികയാണെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു രീതിയിലും ടെൻഷൻ തോന്നാൻ പാടില്ല. ഒരു രീതിയിലും ടെൻഷൻ തോന്നാൻ പാടില്ല. കാരണം എപ്പോൾ ലീഡർ വന്നാലും വന്നോട്ടെ, അവര് എപ്പോഴും ഫ്രീ മൈൻഡ് ആയിരിക്കണം. ഒരു ലീഡർ വരാന്ന് പറയുമ്പോൾ അവർ സ്വസ്ഥമല്ല, എങ്ങനെയാണോ വീട്ടിൽ അവർ കഴിയുന്നത് ആ ഒരു ഫ്രീ മൈൻഡിലായിരിക്കണം എപ്പോഴും. അപ്പൊ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതികളും പാടില്ല. അടുത്താണ് പ്രോപ്പർ ഫീൽഡ് വർക്ക്. നമ്മളിപ്പോ ഒരു സെയിൽസ്മാനെ പോലെ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ്സിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യരുത്. കാരണം നമ്മളിത് കൊടുക്കുന്നത് ഓരോ അവസരങ്ങളാണ്, ഓരോരുത്തർക്കും വലിയ അവസരങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താ പറയാ, ഒരു വ്യക്തിനെ കാണാൻ പോയി, ആ വ്യക്തിയുടെ അടുത്ത് മീറ്റിങ്ങുകൾക്ക് പോയി മീറ്റിംഗ് കൊടുക്കണം, ആ വ്യക്തിനെ വിജയിപ്പിക്കാൻ നോക്കണ്,
തൊട്ടടുത്ത വീടുകളിൽ നമ്മൾ സെയിൽസിന് പോയി കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവ് ആവും അവിടെ. ഒരു കാരണവശാലും ആ ഏരിയയിൽ നമ്മൾ വേറെ ആളുകളെ കാണാനോ അല്ലെങ്കിൽ അവരറിയാതെ അല്ലെങ്കിൽ സെയിൽ അത് അറിഞ്ഞിട്ടാണെങ്കിൽ പോകുന്നത് നല്ലതല്ല. സെയിൽസിന് പോരുത് അവിടെ. കാരണം അവിടെ നമ്മൾ ലീഡറായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, ക്ലാസ് കൊടുക്കാനായിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങുകൾക്കാണ് നമ്മളെ ആ വ്യക്തി ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആ വ്യക്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ്, കാരണം ഒരാളുടെ കൂടി നമ്മൾ ഫീൽഡിലായാലും അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വീകാര്യത അവിടെ കുറയും. അടുത്തൊരു കാര്യമാണ് ഗുഡ് റിലേഷൻ വിത്ത് PUC. നമുക്കറിയാം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ PUC പിക്കപ്പ് സെന്ററുകൾ ഉണ്ടാവില്ല, വണ്ടർവേൾഡ് ക്വിക്ക് ഉണ്ടാവില്ല. നമുക്ക് ചില ഏരിയകളിലൊക്കെ ഷോപ്പിന്റെ അഭാവം ഉണ്ടാവാം. അപ്പൊ ഷോപ്പിന്റെ അഭാവം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു അവസരമായിട്ട് പറയണം. ഷോപ്പിന്റെ അഭാവം കുറവായിട്ട് പറയരുത്. അയ്യോ ഇവിടെ ഷോപ്പില്ലല്ലോ, ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിക്കാൻ ഷോപ്പില്ല. അത് കുറവല്ല, അതൊരു വലിയൊരു അവസരമാണത്. കാരണം നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്ത് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു PUC നമ്മുടെ ടീമിൽ തന്നെ കൊണ്ടുവരാലോ. ഇനി അവിടെ ഒരു PUC ഉണ്ടെങ്കിൽ എന്താ ചെയ്യണം? ആദ്യം ആ PUCയിലാണ് നമ്മൾ പോകേണ്ടത്. അവിടുത്തെ ലീഡറായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻ കാത്തു വെക്കണം. ആ റിലേഷൻ കീപ്പ് ചെയ്യണം. നമ്മുടെ ലീഡർമാരെ പരിചയപ്പെടുത്തണം. നമ്മൾ ഇന്ന ടീമിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എൻ്റെ ലീഡേഴ്സ് ഇവരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, വേറൊരു പ്രോബ്ലംസിലേക്ക് പോകാൻ ഇടവരില്ല. ആ PUCക്കാരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടായിരിക്കും. അടുത്തൊരു കാര്യമാണ് വാല്യൂ. നമുക്ക് നമ്മുടെ എവിടെയാണോ പോകുന്നത് അവിടെ നമ്മൾ നമ്മുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. എന്താ പറയുക, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാല്യൂ, നമ്മുടെ ക്ലാസ് കൊടുക്കുന്ന രീതി, നമ്മൾ അവരോട് പെരുമാറുന്ന രീതി, ഇതൊക്കെ നമ്മുടെ വാല്യൂ അവിടെ കൂട്ടും. നമ്മുടെ ഒരു പെരുമാറ്റം തന്നെയാണ് നമ്മുടെ ഏത് ഏരിയയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വാല്യൂവിന്റെ പോയിന്റ് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ്സിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ വാല്യൂ കൂടും. നമ്മുടെ വാല്യൂ സ്വന്തം നാട്ടിലും കൂടും. അത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ സ്വന്തം നാട്ടിലെ ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെ ബിസിനസ് വരണേ, ഇതെങ്ങനെ വരുമാനം വരണേന്ന് പല ആളുകൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുമ്പോഴാണ് ഒരു വാല്യൂ കിട്ടുന്നത്. ഞാൻ പറയുന്നത്, ഇപ്പൊ എന്നെ കേൾക്കുന്ന ആളുകളിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ദൂരെ നിന്നും ഒരു ലീഡർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കോളൂ, നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ഈ RCM ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അവിടുത്തെ രാജാവായിരിക്കും RCMന്റെ. ഇപ്പൊ ചാലക്കുടിയിലെ കിങ്ങാണ് നമ്മുടെ റൂബി ഗിരീഷ് സാറ്. അപ്പോ നിങ്ങളുടെ ഏരിയയിൽ ബിസിനസ് കുറവാണ്, നിങ്ങളൊരു ലീഡർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ 5 വർഷം നിങ്ങൾ നോക്കിക്കോളൂ. കൃത്യമായ സിസ്റ്റത്തിൽ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഇന്ന് ഏറ്റെടുക്കണേൽ നിങ്ങൾക്കായിരിക്കും അവിടെ വാല്യൂ. അത് നിങ്ങളും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ബിസിനസ് ചെയ്യും തോറും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. നിങ്ങൾ ഒരുപാട് ആളുകളെ വിജയിപ്പിക്കും. അടുത്താണ്, അങ്ങനെ വരുമ്പോൾ വെരി ഈസി ടു ബിൽഡ് ബിസിനസ്. കാരണം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഔട്ട് ഓഫ് ടൗൺ ബിസിനസ് ആണ്. ഏറ്റവും ഈസി. നമ്മൾ പലരും ധരിക്കുന്നത് ദൂരെ പോയി ബിസിനസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പലരും കരുതുന്നത്. ഞാൻ കരുതുന്നത് എനിക്ക് വളരെ എളുപ്പമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനെ കാണുന്നത്. ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ് ഞാൻ വളരെ ഈസി ആയിട്ട് കാണുന്നത്. എത്ര സുഖാന്ന് അറിയുമോ? എന്തൊരു സുഖ. കാരണം നമുക്ക് മറ്റുള്ള എന്താ പറയുക നെഗറ്റീവ്സുകളില്ല, മറ്റുള്ള ടീം, അതായത് മറ്റുള്ള കാര്യങ്ങൾ ചർച്ചകൾ വരുന്നില്ല അവിടെ ദൂരെ പോകുമ്പോൾ. അപ്പൊ നമുക്ക് സ്വീകാര്യത അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഔട്ട് ഓഫ് സ്റ്റേഷനിൽ പോയി ബിസിനസ് ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത്. കാരണം RCM അറിയാത്തൊരു മേഖലയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാ. കാരണം അറിയാത്തവരെ പഠിപ്പിക്കാനാണ് ഏറ്റവും സുഖം. ഇനി അടുത്തൊരു കാര്യമാണ് ക്രിയേറ്റ് എ കോർ ടീം. നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അവിടെയുള്ള കുറച്ച് കോർ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ. കാരണം കോർ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം, അതായത് 21 നിയമങ്ങൾ, 21 റൂൾസ് ആണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ആ സിസ്റ്റത്തിൽ കൂടെ പോകാൻ കഴിവുള്ള ആളുകളുടെ കൂട്ടായ്മ കോർ ടീമായിട്ട് എടുക്കണം. നമ്മുടെ കൂടെ നിൽക്കാനും അതിന് പ്രാപ്തിയും അതിന് ആഗ്രഹവും സമയവുമുള്ള ആളുകളെ. കാരണം ഒട്ടും സമയമില്ലാത്ത ആളുകളെ നമ്മളത് എന്താ പറയുക, പല ട്രെയിനിങ്ങുകളും കിട്ടുന്നതാണ് എങ്ങനെയുള്ള ആളുകളെ ചൂസ് ചെയ്യണം എന്നുള്ളത്. എങ്ങനെയുള്ള ആളുകളെ ചൂസ് ചെയ്യണം? ഒന്ന്, അവർക്ക് സമയം ഉണ്ടായിരിക്കണം, താല്പര്യം ഉണ്ടായിരിക്കണം, ഒപ്പം തന്നെ കുറച്ച് എത്തിക്സുകളൊക്കെ വേണം ഇതിനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളെ നമ്മൾ ഒരു കോർ ടീമായിട്ട് നമ്മളവരെ വെച്ചിട്ട് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങുകളാണ് പിന്നെ അവർക്ക് കൊടുക്കണം. കാരണം അവരിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഡ്യൂപ്ലിക്കേഷൻ പോകാൻ പോകുന്നത്. അടുത്തൊരു പോയിന്റാണ് ഹോണസ്റ്റി. നമുക്ക് എന്താ പറയുക, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ RCM പ്രവർത്തകരെ, ഒരു വിജയിച്ച ഒരാളെ പറ്റി
ആരെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഒരു സത്യസന്ധനായ ആൾക്ക് മാത്രമാണ് RCMൽ സക്സസ് ആയാൽ തീരാൻ പറ്റുള്ളൂ. കാരണം ഒരു വിജയിക്കണമെങ്കിൽ, RCMൽ വിജയിക്കണമെങ്കിൽ ഒരു സത്യസന്ധ നേരായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഒരാളോട് നുണ പറയാതെയും ഒരാളെ വഞ്ചിക്കാതെയും ഒരാളുടെ സമ്പത്തോ ഒന്നും അപകരിക്കാതെയും ഒരു നന്മയുള്ള മനസ്സോട് കൂടി കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് RCMൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അടുത്താണ് എത്തിക്സ്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മൂല്യാധിഷ്ഠിതം പറയുന്നത് നമ്മൾ എന്താ പറയുക, ഇപ്പൊ പല ആളുകൾക്ക് എത്തിക്സിൽ നിരക്കാത്തത് നമ്മളൊക്കെ എന്താ പറയാ, ടീം ചേഞ്ചിങ്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ്സിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന RCMൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ നമ്മളൊരു ഇപ്പൊ ചില ആൾക്കാർ പറയാണ് ടീം മാറാം. ഇപ്പൊ ചിലപ്പോൾ ചില ആളുകൾ ആക്റ്റീവായിട്ട് പെട്ടെന്ന് കാണും, അപ്പൊ അവർ പറയും ഞാൻ നിങ്ങളോട് വരട്ടെ എന്ന് പറയും. ഒരിക്കലും നമ്മൾ ഒരു ടീം ചേഞ്ച് ചെയ്യാനോ, അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരാണോ വർക്ക് ചെയ്യണേ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കണം നമ്മൾ. അത് നമ്മൾ മാത്രമാണ് ശരി, അവർക്കൊന്നും RCM അറിയില്ല, ആ രീതിയിലൊന്നും ഒരു പാടില്ല. എൻ്റെ അടുത്ത് പല ആളുകളും എൻ്റെ അസോസിയേറ്റോട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നും കൂടിയും എൻ്റെ ഒരു അസോസിയേറ്റ് വിളിച്ച് ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ടീമിലേക്ക് വരാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത്, ഒരിക്കലും പാടില്ല. കാരണം ഒരു ലീഡർ ഒരാളെ അസോസിയേറ്റ് ആക്കണമെങ്കിൽ അദ്ദേഹം എത്ര അധ്വാനിച്ചിട്ടുണ്ടായിരിക്കണം, അദ്ദേഹം എത്ര അധ്വാനിച്ചിട്ടായിരിക്കണം ഒരു ID നമ്പർ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ പോയിട്ട് എത്തിക്സ് ഇല്ലാതെ പെരുമാറരുത്. ഇപ്പൊ അവിടുത്തെ ഷോപ്പുകളിൽ പോയിട്ട് നമ്മളൊരു ദൂരെ പോയിട്ട് വർക്ക് ചെയ്യാണ്, അവിടെ ഷോപ്പുകളിൽ പോയിട്ട് അവിടെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒന്നും നമ്മൾ RCMനെതിരായിട്ട് നമ്മളൊന്നും എത്തിക്സിന് നിരക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലിക ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് ശാശ്വതമായൊരു ലാഭം ഉണ്ടാവില്ല. നമ്മൾ ടീമിൽ നിന്ന് വേറൊരാളെ വലിച്ചെടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്ത ഒരാളെ നമ്മുടെ ടീം ഉണ്ടാക്കാൻ നോക്കുക, ഇതൊന്നും നല്ല കാര്യമല്ല, ശാശ്വതമല്ല. അടുത്തൊരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഡിസ്പ്ലേ വാൾ. അപ്പോൾ ഡിസ്പ്ലേ വാളിലേക്ക് അവരെ ഏറ്റവും അധികം പെട്ടെന്ന് എത്തിക്കുക. കാരണം ഈ ഒരു ബിസിനസ്സായിട്ട് വരുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ വാളിന്റെ ഒരു അവസരം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട് ഓൺലി ഫോർ സെയിൽ, അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത് സെയിൽസിന് വേണ്ടി മാത്രം ആവരുത്. നമുക്ക് നല്ലൊരു ടൂൾസ് ആയിരിക്കണം ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട്. ഏറ്റവും നല്ല ടൂൾസ് ആണ് ഡിസ്പ്ലേ വാള്. കാരണം അവിടെ ഒരു പക്ഷെ ഷോപ്പ് ചിലപ്പോൾ ദൂരെയായിരിക്കും, കുറച്ച് അകലെയായിരിക്കും. അപ്പൊ നമ്മളൊരു ഏരിയയിൽ RCMനെ എസ്റ്റാബ്ലിഷ് ആക്കണമെങ്കിൽ ഒരു ഡിസ്പ്ലേ വാൾ വളരെ സഹായിക്കും. ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ ഒരു വേറൊരു ഏരിയയിൽ, ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിൽ തന്നെയാണ്, കുറച്ച് ലോങ് ആണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഇതാണ് ചെയ്തത്. അവിടെ ബിസിനസ് ഒരു ലീഡറെ തിരഞ്ഞെടുത്തു. ആ ലീഡർക്ക് ഈ ഡിസ്പ്ലേ വാളിന്റെ അവസരം കാണിച്ചു കൊടുത്തു. കാരണം അവിടെ ഷോപ്പില്ല, അവിടെ അവർക്ക് പ്രൊഡക്റ്റുകൾ കിട്ടാൻ അവസരമില്ല. അപ്പൊ എന്താണ്, ഈ ഡിസ്പ്ലേ വാൾ അവരെ പഠിപ്പിച്ച് കൃത്യമായി അത് ചെയ്തു. അതിലൂടെ വലിയൊരു ടീമാണ് ക്രിയേറ്റ് ആയത്. കാരണം അവർക്കവിടെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആയി ആ ഡിസ്പ്ലേ വാളിലൂടെ. ഇപ്പൊ തെലുങ്കാനയിലാണെങ്കിലും അങ്ങനെ സംഭവിച്ചത്. തെലുങ്കാനയിൽ അവിടുത്തെ മേഡം ഒരു 50,000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഫസ്റ്റ് ഇറക്കി വെച്ച് ഒരു ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ എത്ര ആളുകൾ അസോസിയേറ്റ് ആയത്, ടീമായത്. അപ്പൊ അത്ര നല്ല അവസരമാണ് ഓപ്പർച്യൂണിറ്റി ഡിസ്പ്ലേ വാൾ. ഇനി അടുത്താണ് ഓപ്പർച്യൂണിറ്റി ഓഫ് വണ്ടർവേൾഡ് ക്വിക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ അവിടുത്തെ ആളുകൾക്ക് ആ ടീം ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഷോപ്പ് ഇടാൻ പറ്റിയ ആള് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ അവസരം കാണിച്ചു കൊടുത്ത് ഒരു വണ്ടർവേൾഡ് ക്വിക്ക് ഇട്ടാൽ കിട്ടുന്ന പ്രോഫിറ്റ്, ആ സമൂഹത്തിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു ഷോപ്പ് വന്നു കഴിഞ്ഞാൽ എത്ര ആളുകളിലേക്കാണ് ഈ ഹെൽത്ത് എത്താൻ പോകുന്നത്, നല്ല ഉൽപ്പന്നങ്ങൾ എത്താൻ പോകുന്നത്, അതിലൂടെ എത്ര ആളുകളിലാണ് ഇതിനൊരു വരുമാന മാർഗമായിട്ട് സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഷോപ്പിന്റെ ഒരു അവസരം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഷോപ്പില്ലാത്തടത്ത് എത്രയും വേഗം ഷോപ്പ് കൊണ്ടുവരാൻ നോക്കുന്നത് നല്ലതാണ്. അടുത്താണ് ട്രാൻസ്പെറന്റ് ബില്ലിങ്. ഇത് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലീഡർ ഇതിന്റെ ഒരു ബില്ലിംഗ് സിസ്റ്റം കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ കൺവിൻസിങ് ആയി. കാരണം നമ്മുടെ ബില്ലിങ് വളരെ സുതാര്യമായ ബില്ലിംഗ് രീതിയാണ്. നമ്മുടെ ഒരു ഒളിവും മറയോ ഒന്നുമില്ല, കൃത്യം പറഞ്ഞിട്ട് നമ്മൾ ബില്ലടിച്ച് കൊടുക്കുകയാണെങ്കിലോ ഒരു കാരണവശാലും നമ്മൾ പ്രൊഡക്റ്റുകൾ ബില്ലിങ്ങിൽ ഒരു തിരിമറികളും കാണിക്കാൻ പാടില്ല. ഒരു 2 രൂപയുടെ ഷാമ്പു കൊടുത്താൽ പോലും അത് ബില്ലടിച്ച് നമ്മൾ അവർക്ക് വാട്സപ്പിലേക്ക് ബില്ല് അയച്ചു കൊടുത്തു നോക്കി, അവർക്ക് അതിന്റെ വിശ്വാസ്യത കൂടും. കാരണം കൃത്യമായ ബില്ലിംഗ് സിസ്റ്റം ആയിരിക്കണം. നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത പ്രൊഡക്റ്റ് അല്ല ബില്ലടിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം വരാൻ പാടില്ല. കൃത്യമായ പ്രൊഡക്റ്റുകൾ കൃത്യമായ ബില്ലിംഗ് സിസ്റ്റത്തോടു കൂടി നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെയാണ് സാമ്പത്തിക ഇടപാടുകളും. നമ്മൾ ബില്ലടിച്ച് കൊടുത്തു, 1 രൂപ 5 രൂപ അവർക്ക് ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ ഇന്ന് ചില്ലറയില്ലെങ്കിലും ഏറ്റവും നല്ല സംവിധാനമാണ് ഗൂഗിൾ പേ. ഇന്ന് എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയില്ലാത്തത് കൊണ്ട് ഞാൻ ബാക്കി പിന്നെ തരാമെന്ന് പറയരുത്.
അവിടെ ഒക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ബില്ലിങ്ങും ക്യാഷും എല്ലാം. അവർക്ക് എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അതപ്പൊ തന്നെ നമ്മൾ കൊടുത്ത്, കാരണം ഒരു കണിക പോലും നമ്മൾ, ഒരു അംശം പോലും നമ്മൾ അവിടെ ഒരു സാമ്പത്തിക ഇടപാടുകളിലോ ബില്ലിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ടോ ഒന്നും വരാൻ പാടില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കണം. അടുത്തൊരു പോയിന്റാണ് വീക്കിലി മീറ്റിംഗ് ആൻഡ് വിസിറ്റിംഗ്. നമ്മൾ പരമാവധി എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരാൾ തന്നെ പോകാതെ അവിടെ അത്യാവശ്യം ഒന്നിട്ട് ലീഡർമാരൊക്കെ ആയി കുറച്ച് ഹോം മീറ്റിങ്ങുകളൊക്കെ നടന്ന ശേഷം നമ്മൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിന്റെ മീറ്റിങ്ങുകൾ പോകണം. നമ്മൾ ആഴ്ചയിൽ പോകണം, വിസിറ്റ് ചെയ്യണം. ഇനി അവിടെ നമ്മൾ വീക്കിലി മീറ്റിംഗ് കൊടുത്തു, ആ മീറ്റിങ്ങിലൂടെ നമുക്ക് അടുത്ത മീറ്റിങ്ങുകളിലേക്ക് കടക്കാൻ പറ്റും. കാരണം അങ്ങനെ വിളിക്കുമ്പോൾ, മീറ്റിങ്ങുകളിലേക്ക് വിളിക്കുമ്പോൾ അവർ ഈ ക്ലാസ് കേൾക്കും. അപ്പൊ ഇതും എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ എവിടെയൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ പോയി ബിസിനസ് ക്ലാസ് കൊടുക്കുന്നു, അവിടെ ഒരു 10-15 പേര് വന്നിട്ടുണ്ടെങ്കിൽ 2 പേരെങ്കിലും പറയും, സാറേ ഞങ്ങളൊരു 10-15 പേര് അറേഞ്ച് ചെയ്യാം, സാറിന് വന്നിട്ട് ഒരു ക്ലാസ് തരാൻ പറ്റുമോ, ഈ ഉൽപ്പന്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് വെച്ചു. ഞാൻ ഓഫ് കോഴ്സ് റെഡിയാണ്. അപ്പൊ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ഒരു RCMന്റെ ക്ലാസ് രൂപപ്പെടാണ്. അപ്പൊ നമ്മൾ എന്താണ്, അവർ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെട്ടാൽ ഇല്ലെങ്കിൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യണം. ഇപ്പൊ അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യണം അവരെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. കാരണം എന്നല്ലോ, ഇപ്പൊ നമ്മൾ തുടക്കത്തിലാണ് ഈ ഒരു കാര്യമുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിലൊരിക്കൽ ടീമൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയായ ലീഡർമാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസത്തിലൊരിക്കൽ പോയാലും അവിടെ വലിയ ബിസിനസ് വരും. അതാണ്. പക്ഷെ എന്തായാലും അതുവരെ നമ്മൾ ആഴ്ചയിൽ നമ്മൾ അവിടെ പോയി വിസിറ്റിങ്ങും അവിടെ മീറ്റിങ്ങുകളും കൊടുക്കണം. അടുത്തൊരു കാര്യമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ യൂസേജ്. നമുക്കറിയാം അത്ര സൗകര്യങ്ങളാണ് വാട്സപ്പ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ലീഡർമാരൊക്കെ പറയാറുണ്ട്, ഇങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കാനോ അങ്ങനെ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മുടെ ലീഡർമാരുടെ വളർച്ച. പക്ഷെ ഇപ്പൊ നോക്കിയേ, എല്ലാ രീതിയിലും നമുക്ക് സഹായമായിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ. അപ്പൊ നമ്മളൊരു ഏരിയയിൽ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഏരിയയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകളാകുമ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഏരിയയിലെ ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് നല്ലതായിരിക്കും. കാരണം ആ ഏരിയയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ അവർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ കോമൺ ഗ്രൂപ്പിൽ ഒത്തിരി ക്ലാസ്സുകളുടെ പോസ്റ്ററുകൾ വരുന്നു, പലരും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പൊ ആ ഏരിയയിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അടുത്താണ് പ്രോഗ്രാം പ്രൊമോഷൻ ആൻഡ് അറ്റൻഡ് വിത്ത് ദം, ULP പ്രോഗ്രാം, സെലിബ്രേഷൻ പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ പ്രോഗ്രാമുകളെ പ്രൊമോഷൻ ചെയ്യണം. ഞാൻ എന്താ പറയാ, ഹൈദരാബാദിൽ വരെ ഗിരീഷ് സാറ് ചിലപ്പോൾ തുടക്കത്തിൽ നമ്മുടെ മെന്റർമാർ പറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അങ്ങനെ പോകണോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ എനിക്കത് വളരെ ഒരു എടുത്തു പറയേണ്ട എക്സ്പീരിയൻസ് ആണ്. ഗിരീഷ് സാറ് ഹൈദരാബാദിൽ മുകേഷ് കോത്താരി സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, എന്നോട് പറഞ്ഞു ടീമിലെ ആളുകൾക്ക് അത് പ്രൊമോഷൻ കൊടുക്കണം, സാറ് അവിടെ പോകണമെന്ന് പറഞ്ഞു അറ്റൻഡ് ചെയ്യാൻ. ഞാൻ പോയി. ആ പോയിന്റെ ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ടീം അംഗങ്ങളെ പങ്കെടുപ്പിച്ചു. ആ പ്രോഗ്രാം കണ്ട ഒരാളാണ് അവിടെ വലിയൊരു ടീമിനൊരു കാരണക്കാരനായത്, ആ പ്രോഗ്രാം കണ്ട ആള്. അപ്പോൾ പ്രോഗ്രാമിന് പ്രൊമോഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി പ്രോഗ്രാമുകൾ പല പല സ്ഥലങ്ങളിൽ ULP പ്രോഗ്രാമുകൾ കമ്പനി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. നമുക്ക് യാതൊരു ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പങ്കെടുപ്പിക്കാൻ പറ്റിയ പ്രോഗ്രാമുകളാണ്. അപ്പൊ അതിന് നമുക്ക് പ്രൊമോഷൻ കൊടുക്കണം. നേരത്തെ കൂട്ടി പ്രൊമോഷൻ കൊടുക്കുക. ആ പ്രോഗ്രാമിന് വരുന്ന ലീഡറെ പ്രൊമോഷൻ ചെയ്യണം. ഏത് ലീഡറാണ് വരണേ അവിടെ നമ്മുടെ പ്രൊമോഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവരെ വിടല്ല വേണ്ടത്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കല വേണ്ടത്. നമ്മളും അവിടെ വേണം, അറ്റൻഡ് ചെയ്യാൻ വേണം, നമ്മൾ അവരുടെ കൂടെ പങ്കെടുക്കണം. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിൽ ഒരു ടെക്നിക്കൽ അച്ചീവേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ, അവരുടെ കൂടെ ഇരിക്കരുത്. ഇതും ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ ടെക്നിക്കൽ അച്ചീവർ ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു കാറ്റഗറി റോയൽ അച്ചീവർ അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ ഇരിക്കണം. കാരണം നമ്മൾ കൊണ്ടുവന്ന ആളുകളുടെ കൂടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പക്ഷേ പ്രോഗ്രാം ശ്രദ്ധിക്കാൻ വഴിയില്ല, അങ്ങോട്ടും കൂടി സംസാരിച്ച് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും, ഒരു സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന കറക്റ്റ് പൾസിലേക്ക് എത്തില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ് ഇൻവൈറ്റ് ലൈക്ക് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ, പുതിയ ഏരിയകളിൽ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ RCMന്റെ മീറ്റിംഗ് ആണ്, RCMന്റെ ബിസിനസ് ക്ലാസ് ഉണ്ട്, RCM മാർക്കറ്റിംഗിന്റെ ക്ലാസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞല്ല ക്ഷണിക്കേണ്ടത്. നമ്മൾ എന്താണ് പറയേണ്ടത്, ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹോം ഷോപ്പ്, എൻ്റെ വീട്ടിൽ ഒരു സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ്, ന്യായമായ വിലയ്ക്ക് കിട്ടും, മാർക്കറ്റിൽ ഇതുവരെ കിട്ടാത്ത ഉൽപ്പന്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ഷണിക്കാം. അതിൻ്റെ ഒരു സാറ് ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹം ഒരു ന്യൂട്രീഷൻ കൗൺസിലർ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്വൈസർ ആണ്. അദ്ദേഹം നമുക്കിന്ന് അറിയാലോ ഒരുപാട് അസുഖങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത്, ഒത്തിരി അസുഖങ്ങൾ വരുന്നത്, ക്യാൻസർ പോലത്തെ അതിമാരകമായ അസുഖങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ബോധവൽക്കരണം, അതിൻ്റെ കാര്യം സാറ് വരുന്നുണ്ട്. അപ്പോൾ എത്ര ദൂരെയാണ് വരുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ RCM മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കേൾക്കുന്ന വ്യക്തിയോട് മുൻപ് ആരെങ്കിലും
RCM പറഞ്ഞത് ആൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആണ് RCM പറഞ്ഞിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ആര് RCM മീറ്റിംഗ് വിളിച്ചാലും വരില്ല. കാരണം ആളുടെ ആദ്യം RCM പറഞ്ഞ ആളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ആ ഒരു ഇഷ്ടക്കുറവ് കാരണം ആര് RCM വിളിച്ചാലും അവർ വരില്ല. അതുകൊണ്ട് എന്ത് വിഷയമാണ് പറയാൻ പോണെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതും എനിക്കൊരു അനുഭവം ഉണ്ട്. ഈ അടുത്ത് ദൂരെ പോയി ക്ലാസ് കൊടുത്തപ്പോൾ അവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത മാഡം എന്ത് പറഞ്ഞ വിളിച്ച ഹെൽത്ത് ക്ലാസ് അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമാണ്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ അതിൽ തന്നെ വന്നൊരു മാഡം അഭിപ്രായം പറഞ്ഞപ്പോൾ ആ മാഡം പറയുകയാണ്, എന്നെ വിളിച്ചത് ഒരു ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വിളിച്ചത് RCM മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. RCM മീറ്റിംഗ് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പക്ഷെ ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഇത് കേൾക്കാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷെ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും RCM എന്താണെന്ന് മനസ്സിലായത്. കാരണം മുൻപ് എന്നോട് പലരും RCM പറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം അവര് ചിലപ്പോൾ താല്പര്യമില്ലാത്ത വ്യക്തികളായിരുന്നുണ്ടാവാം, ചിലപ്പോൾ അവര് അറിയാത്ത വ്യക്തികളായിരുന്നുണ്ടാവാം. പക്ഷെ അവര് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ RCM എന്ന് പറയാതിരുന്നത് കൊണ്ട് ആ മാഡം വരികയും ചെയ്തു. ആ മാഡം ഇന്ന് സ്റ്റാർട്ടർ അച്ചീവറാണ്. അതായത് RCM എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വരില്ല എന്ന് പറഞ്ഞ മാഡം ഇന്ന് സ്റ്റാർട്ടർ അച്ചീവറാണ് RCMല്. അപ്പോൾ ഈ ക്ഷണിച്ച വ്യക്തി RCM മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ പക്ഷെ വരില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് ആളുകളെ വിളിക്കുമ്പോൾ അത് പുതിയ ഏരിയയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഹെൽത്ത് അവയർനെസ് വിളിക്കുക. അടുത്ത ടൈം മാനേജ്മെന്റ്. നമ്മളൊരു പുതിയ ഏരിയയിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി സമയം നമ്മൾ നീണ്ടു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ നെഗറ്റീവ് ആവും. കാരണം അവർക്ക് ആദ്യമായിട്ട് കിട്ടേണ്ട ഒരു കാര്യം വളരെ മനോഹരമായിട്ടും വളരെ സിമ്പിളായിട്ടും അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർ പറയും ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഈ സെയിം ക്ലാസ് വേണമെന്ന് പറയും. അങ്ങനെ അവർ വഴി തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അവർ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ നമ്മൾ ടൈം മാനേജ്മെന്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ വിളിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് തോന്നും. കാരണം ഇത് സമയത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് അവർ വിളിക്കില്ല. കാരണം തുടക്കക്കാരാണ് അവർ. തുടക്കക്കാരെന്ന് പറയുമ്പോൾ സമയത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്നവരാണ്. ഓക്കെ, അടുത്ത കാര്യമാണ് ക്രോസ് ലൈൻ ലീഡേഴ്സിന്റെ ഹെൽപ്പ്. ഞാൻ പറയാം, നമുക്ക് ലീഡേഴ്സ് അസോസിയേറ്റ് ഉണ്ട്, അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്, ക്രോസ് ലൈൻ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ദൂര സ്ഥലങ്ങളിൽ, അതായത് ഔട്ട് ഓഫ് ടൗൺ ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകാവുന്ന ഒരു കാര്യ ലീഡേഴ്സാണ് ക്രോസ് ലൈൻ ലീഡേഴ്സ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ക്രോസ് ലൈൻ ലീഡേഴ്സായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. നല്ല ബന്ധം. കാരണം എല്ലാവരുമായിട്ടും നമുക്ക് എപ്പോഴാണ് ഒരു ലീഡറെ കൊണ്ട്, ഒരു ക്രോസ് ലീഡറെ കൊണ്ട് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് എടുത്തു പറയുന്ന ആളുകളാണ് ക്രോസ് ലീഡേഴ്സ്. നമ്മുടെ സജീവ് കുമാർ സാറ്, സ്റ്റാർ എമറാൾഡ് ഷൈൻ ബാബു സാറ്, ദീപേഷ് സാർ, സ്റ്റാർ പേൾ ദീപേഷ് സാറ്, ഇവരൊക്കെ എന്റെ ക്രോസിൽ നോബിൾ സാറ്. ഞാൻ എല്ലാവരും പറഞ്ഞപ്പോൾ ഇനി ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം. കാരണം അങ്ങനെ പറയാൻ പാടില്ല പേരുകൾ. കാരണം ആരെയും പറയാൻ വിട്ടുപോയ വിഷമാവും. പക്ഷെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളാണ് ഈ ക്രോസ് ലൈൻ ലീഡേഴ്സിന്റെ ഒരു സപ്പോർട്ട്. അത് എവിടെ പോയാലും നമുക്ക് പിന്നെ അവരായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ചില മീറ്റിങ്ങുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സജീവ് കുമാർ സാറിന്റെ പ്രോഗ്രാം ആലപ്പുഴയിൽ നടക്കുകയാണ്. അപ്പൊ അവിടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് രേഖാ ദേവദത്ത മേഡമാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഫലമായിട്ട് എനിക്ക് അവിടെ എൻ്റെ ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റി. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സജീവ് കുമാർ സാറായിട്ട് ഞാൻ കൊണ്ടുവന്ന ആളുകളെ പരിചയപ്പെടുത്തി. അപ്പൊ സജീവ് കുമാർ സാറ് എന്നെ ഒന്ന് എഡിഫിക്കേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടുതൽ കേൾക്കാവുന്ന രീതിയിൽ എൻ്റെ ക്രോസ് ലൈൻ ലീഡേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യത്തിൽ നമ്മൾ ക്രോസ് ലീഡേഴ്സാണ് നമ്മൾ ചില സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അവരുമായിട്ട് നല്ല ബന്ധം വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമ്മുടെ ഹോം മീറ്റിംഗിൽ നടക്കുമ്പോൾ ഞാൻ പോയിന്റ് പറയാൻ വിട്ടുപോയതാണ് ഡെമോ, പ്രൊഡക്റ്റിന്റെ ഡെമോ. നമ്മളിപ്പോൾ ഒരു ഹോം മീറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അത്. ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ വളരെ സ്വീകാര്യമായിരിക്കും. കാരണം നമ്മൾ RCMന്റെ പ്രൊഡക്റ്റ് അവയർനെസ് ക്ലാസ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ബിസ്ക്കറ്റോ, ഇതൊക്കെ ഞാൻ ലീഡേഴ്സ് തന്നെ പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ ഒരു ബിസ്ക്കറ്റും നമ്മുടെ ഒരു RCMന്റെ ബിസ്ക്കറ്റും ഓരോ ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അവർക്ക് ലൈവായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡെമോയിലൂടെ. അതേപോലെ പഞ്ചതുളസിയുടെ ഡെമോ കാണിക്കാം, ന്യൂട്രിചാർജ് വുമന്റെ ഡെമോ കാണിക്കാം, സോപ്പിന്റെ കാണിക്കാം, പല ഡെമോകളും കാണിക്കാം. ആ ഡെമോ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു മനസ്സിലാവും. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ മാംഗോ ജ്യൂസിന്റെ ഒരു ഡെമോ എത്ര പേര് ഇത് കണ്ടു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഗിരീസാറാണ് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്, ഞാനത് കണ്ടു. അപ്പോൾ അതേപോലെയുള്ള ഡെമോകൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. അടുത്തതാണ് അഡ്വാൻസ് പ്രിപ്പറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ നമ്മളൊരു ഏരിയയിൽ മറ്റ് പല നെറ്റ്വർക്കുകാരും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പല നമ്മൾ പ്രതീക്ഷിക്കാത്ത സാറേ ഓഡിയോ ക്ലിയർ ആണോ? വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ് പറഞ്ഞോളൂ. ഓക്കെ സാർ, താങ്ക് യു.
നമ്മള് പല സ്ഥലങ്ങളിലും ഇപ്പൊ ഞങ്ങള് തെലുങ്കാന പോലത്തെ സ്ഥലങ്ങളിലൊക്കെ, കാരണം ഒത്തിരി നെറ്റ്വർക്കുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു പക്ഷെ 6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. പല നെറ്റ്വർക്കുകളും 6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ ചില സ്ഥലങ്ങളിൽ. അത് വരുമ്പോ തന്നെ തരംഗമായിരിക്കും, പെട്ടെന്ന് കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമ്മൾ എവിടെയാണോ ഇത്ര കഷ്ടപ്പെട്ട് ഒരു സിസ്റ്റത്തിൽ കൂടെ നമ്മൾ പോയി RCM ടീമിനെ ബിൽഡ് ചെയ്യുന്നത്, ആ സമയത്ത് മറ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഒരു ലോങ് ടൈം നമ്മൾ ലക്ഷ്യം വെച്ച് RCMമാർ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം. അപ്പോ അവർ പല തെറ്റിദ്ധാരണകളുമായിട്ട് നമ്മുടെ ടീം അംഗങ്ങളിലേക്ക് വരും. അപ്പൊ അതിന് ഒരു വാണിംഗ് ആയിട്ട് നമ്മൾ മുന്നേ കൂട്ടി നമ്മുടെ ആളുകളെ ഇതിനെ ഒരു പ്രിക്വേഷൻ, ഒരു ഒരു മുൻ ഒരു വാണിംഗ് കൊടുക്കാന്ന് പറയില്ലേ, ഇങ്ങനെ വരും. പല ആളുകളും വരും. കാരണം എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്, പല നെറ്റ്വർക്കാർ എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. RCMയിൽ നിന്നിട്ട് കാര്യമില്ല, 6 മാസം കൊണ്ട് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പലരും വന്നിട്ടുണ്ട്. പക്ഷെ 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും അവര് അന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ ഇപ്പൊ ഇല്ല. അവർ വേറെ നെറ്റ്വർക്കിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞ് വേറെ നെറ്റ്വർക്കിലേക്ക് പോയി. അവരൊന്നും എന്നോട് ആദ്യം പറഞ്ഞ നെറ്റ്വർക്കിലൊന്നും ഇപ്പൊ അവരില്ല. ഞാൻ അന്നും RCMയിലുണ്ട്, ഇന്നും RCMയിലുണ്ട്, എന്നും RCMയിലുണ്ടാവും. അപ്പോ ഈ കാര്യങ്ങൾ എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്റെ അടുത്തേക്കും വന്നിട്ടുണ്ട്. നമ്മൾ ആക്റ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റു പല നെറ്റ്വർക്കാരും തലപൊന്തിക്കും. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുക, ഈ അമ്പാറ്റകളുടെ അത്രയ്ക്ക് ആയുസുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. തെലുങ്കാനയിൽ ഞങ്ങൾക്ക് സംഭവിച്ചു. അന്ന് അവിടെ ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വേറൊരു നെറ്റ്വർക്കാർ വന്നു. അന്ന് എന്റെ ലീഡർ സുരേന്ദ്ര സാർ പറഞ്ഞു, ഷിജോ സാറെ ഒരു ടെൻഷൻ അടിക്കേണ്ട, 6 മാസത്തിനുണ്ടാവില്ല, അത് ആ നെറ്റ്വർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സത്യമായിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ലീഡർമാരെയൊക്കെ എക്സ്പീരിയൻസ് എത്ര വലുതാ. 6 മാസം സമയം പറഞ്ഞു സുരേന്ദ്ര സാറ്. 6 മാസം പോയിട്ട് 3 മാസം ഉണ്ടായില്ല ആ നെറ്റ്വർക്ക്, അത് പോയി. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ആ ഒരു രീതിയിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പൊ ഒരാൾ കമ്പനി വിസിറ്റ് ചെയ്യാൻ പോയി, അപ്പൊ എന്റെ ടീമിൽ നിന്ന് ഒരാൾ കമ്പനി വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പൊ ഞാൻ നെക്സ്റ്റ് പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഒരു റെക്കഗ്നേഷൻ കൊടുത്തു. കാരണം അത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു വ്യത്യസ്തനാണ് അദ്ദേഹം, അതുകൊണ്ട് ചെയ്തു. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ കാണണമെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം അവരെ. പിന്നെ ഗീവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഈച്ച് ലീഡേഴ്സ്. കാരണം ഓരോ പ്രോഗ്രാമുകളിലേക്കും നമ്മൾ അവരെ പഠിപ്പിക്കണം, റെസ്പോൺസിബിലിറ്റി കൊടുത്ത് പഠിപ്പിക്കുക. ഒരാൾക്ക് പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുക, ഒരാൾക്ക് വെൽക്കം പ്രസന്റേഷൻ കൊടുക്കുക, ഒരാൾക്ക് ക്ലോസ് ചെയ്യുന്ന എങ്ങനെയാണ് കൊടുക്കുക. ഓരോ റെസ്പോൺസിബിലിറ്റി, ഒരാൾക്ക് എങ്ങനെയാണ് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യേണ്ടത്, ഓരോ ചാർജസ് കൊടുക്കുക ഓരോരുത്തർക്ക്. അപ്പൊ അത് വരുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻസ് വരും. അതൊരു മണി മാനേജ്മെന്റ്. നമുക്കറിയാം പൈസ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ മണി മാനേജ് ചെയ്യണം. കാരണം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാവും. നമ്മൾക്ക് എങ്ങനെയാണ് പോകേണ്ടത് അതേപോലെ പോകണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെലവാക്കേണ്ടടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. ഇപ്പൊ നമ്മളൊരു കാറിൽ പോകേണ്ട അവസ്ഥ കാറിൽ തന്നെ പോകണം. ഇപ്പൊ നമ്മള് തെലുങ്കാനയിൽ ഹോം ഷോപ്പ് ഇനാഗുറേഷൻ ഫസ്റ്റ് ആയിട്ട് പോയത് ഗിരീസാറിന്റെ ടാറ്റ ഹാരിയറിലാണ്. എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ, നമുക്ക് ആ ഒരു ഇത് കിട്ടും, ആ ഒരു വാല്യൂ ക്രിയേറ്റ് ആവും. അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷെ മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ട് ഭക്ഷണം കഴിച്ചും അല്ലെങ്കിൽ ദൂർത്തടിച്ചും ഒരു യാത്രയിൽ നല്ലൊരു പൈസ നമ്മൾ ചെലവാക്കി കളയരുത്. കാരണം ആർട്ടിം എന്ന് പറയുന്നത് ഒരു മണി മാനേജ്മെന്റ് കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് വേണം നമ്മുടെ ചെലവുകൾ നടന്നു പോകാനായിട്ട്. അടുത്തൊരു പോയിന്റ് ആണ് കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക് ടിൽ ക്രിയേറ്റഡ് ദ പവർഫുൾ ലീഡർ. അതായത് നമ്മുടെ ഒരു ഏരിയയിൽ ഒരു പവർഫുൾ ലീഡർ ക്രിയേറ്റ് ആവുന്നത് വരെ കൺസിസ്റ്റൻസി ആയിട്ട് അവിടെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യണം. കാരണം ഒരു പവർഫുൾ ലീഡർ മിനിമം ഒരു ടെക്നിക്കൽ അച്ചീവറാ വരുന്നത് വരെയെങ്കിലും നമ്മൾ അവിടുന്ന് നമ്മുടെ അധ്വാനം ചോർന്നു പോരുത്, നമ്മുടെ അധ്വാനത്തിന്റെ പവർ കുറയരുത്, നമ്മുടെ വാക്കുകളുടെ ആത്മവിശ്വാസം കുറയരുത്. കൺസിസ്റ്റന്റ് നിന്നു ചെയ്യണം. നമ്മൾ അവരെ പഠിപ്പിച്ച് നമ്മൾ ഒരു മടുപ്പും കൂടാതെ, ഒരു തളർച്ചയും കൂടാതെ, ക്ഷീണം കൂടാതെ ഒരു പവർഫുൾ ലീഡർ, മിനിമം ഒരു ലീഡറെങ്കിലും, ഒരു പവർഫുൾ ഒരു ടെക്നിക്കൽ ലീഡർ വരുന്നതെങ്കിലും നമ്മുടെ അധ്വാനത്തിന്റെ ഒരു അംശം പോലും നമ്മൾ വേറെ ശ്രദ്ധ മാറരുത്. അടുത്തൊരു അവസാന പോയിന്റിലേക്കാണ് ഞാൻ എന്തായാലും ക്ലോസിംഗിൽ പോവാണ്. മേക്ക് ദെയർ ഡ്രീംസ് കം ട്രൂ ആൻഡ് മീ. അതായത് അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നത് വരെ നമ്മുടെ കെയറിങ്, നമ്മുടെ എന്താ പറയുക, എല്ലാം അവർക്ക് നമ്മൾ കൊടുക്കണം. നമ്മുടെ ലീഡർമാരെ നിന്ന് എടുത്തിട്ട് അവർക്ക് കൊടുക്കുക. നമ്മുടെ സിസ്റ്റം മുകളിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മുകളിൽ ലീഡേഴ്സ് എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ വന്ന ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുക. അങ്ങനെ നമ്മുടെ കൂടെ വന്ന ആളുകളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാൽ എന്റെ സ്വപ്നങ്ങളും പൂവണിയും, എല്ലാവരുടെ സ്വപ്നങ്ങളും പൂവണിയും. ഒരുപാട് കുടുംബങ്ങളെ ഒരു പാസീവ് ഇൻകം വാങ്ങിക്കുന്ന നിലയിലേക്ക് നമുക്ക് കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞാനും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനിവിടെ പറയുന്നത് എത്രയും വേഗം ഇതിൽ ആരൊക്കെയാണോ ടെക്നിക്കൽ അച്ചീവർ ആവാനായിട്ട് എത്രയും വേഗം നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആവണം. കാരണം
റിയൽ ആയിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമാണ് അത്. ഒരു ടെക്നിക്കൽ അച്ചീവറിന് മുൻപും എൻ്റെ ലൈഫും ഒരു ടെക്നിക്കൽ അച്ചീവർ ആയതിനു ശേഷമുള്ള ലൈഫും രാവും പകലും വ്യത്യാസമാണ്. കാരണം ഒരു ടെക്നിക്കൽ അച്ചീവർ ആവണതിന് മുമ്പ് ഒത്തിരി സ്ട്രെസ്, പൈസ തികയുന്നില്ല, നമുക്കൊരു ഒരു ഫ്രീഡം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ പറയുന്നത് ആളുകളൊക്കെ ഒരുപാട് വ്യത്യാസമായിരുന്നു. എനിക്ക് ടെൻഷനായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ടെക്നിക്കൽ അച്ചീവർ ആയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്നത് ഒത്തിരി വലിയ സന്തോഷമാണ്. ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, ദൂരെയൊക്കെ പോകുമ്പോൾ അന്ന് പൈസ ഉണ്ടാവില്ല. ഒരു പക്ഷേ ഞാനും എൻ്റെ വൈഫൊക്കെ സ്കൂട്ടറിലൊക്കെ പോയിട്ടുണ്ട്, ഒത്തിരി ദൂരെയൊക്കെ സ്കൂട്ടറിലൊക്കെ പോയിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ അടിക്കാൻ കാശ് പോലും ഞങ്ങൾ സെയിൽസിലൂടെ പോകുന്ന വഴിയിലൊക്കെ, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റോറിയാണ് ഞങ്ങളുടെയൊക്കെ. വേറെ ഏരിയയിലേക്ക് പോകാൻ പറയുമ്പോൾ ആ ഏരിയയിലേക്ക് പോകാൻ പൈസ ഇല്ലെങ്കിൽ അതിനുള്ള പൈസ ഞാൻ സെയിൽസിലൂടെ ഉണ്ടാക്കും. കാരണം കോയമ്പത്തൂർ കോയമ്പത്തൂർക്ക് പോവാണ്, പക്ഷെ പെട്രോൾ ചെയ്യാൻ കാശുണ്ടോ, അവിടെ പോകാനുള്ള എക്സ്പെൻസിന് കാശുണ്ടോ, ആ കാശ് എങ്ങനെ കണ്ടെത്തും? പോകുന്ന വഴിയിൽ ഞാൻ എവിടെയാണോ കയറാൻ പറ്റുക അവിടെ ഞാൻ സെയിൽ ചെയ്ത് എൻ്റെ ആ പോകുന്ന ചെലവിനുള്ള കാശ് ഞാൻ സെയിൽസിലൂടെ ഉണ്ടാക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് അത്തരം ആവശ്യമില്ല. എന്ന് വെച്ചാൽ ആവശ്യമില്ല എന്നല്ല, ഇപ്പൊ ഞാൻ സെയിൽസിന് പോകാറുണ്ട്. ഇപ്പൊ സെയിൽസിന് പോകുന്നത് എനിക്ക് പുതിയ ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് പുതിയ ലിസ്റ്റ് ആവശ്യമാണ്, എനിക്ക് ഇനിയും പുതിയ ആളുകളിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു മണിക്കൂർ എനിക്ക് ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ടെക്നിക്കൽ അച്ചീവർ ആണോ നോക്കില്ല, ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്ത് അപ്പോൾ ഞാൻ സെയിൽസ്മാനാണ്. എനിക്കിത് പ്രൊഡക്റ്റ് കൊടുത്ത്, പക്ഷെ ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വേറൊരു സെയിൽസ്മാൻ അല്ല, ഞാൻ ഇതിൻ്റെ ഒരു അവസരം കൊടുക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മനസ്സിൽ ഒരു അവസരമാണ് കൊടുക്കുന്നത്. വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ വെറും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കൊടുക്കുന്ന. എൻ്റെ മനസ്സിൽ ഞാൻ RCM എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ അവസരമാണ് അവരുടെ വീടിന് മുമ്പിൽ പോയി കൊണ്ടു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചെറിയൊരു ടൂത്ത് പേസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഞാൻ കാണുന്നത് ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ വലിയ അവസരങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൈസ ഇല്ലാത്ത സമയത്തും ഞങ്ങള് എന്താ പറയുക ലോങ്ങൊക്കെ പോയി, ദൂരെയൊക്കെ പോയി, അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് എത്ര ദൂരെ ടീം ഉണ്ടാക്കാൻ പോകാനാണെങ്കിലും എനിക്ക് ഭയങ്കര ധൈര്യമാണ്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. കാരണം ഒരുപാട് തെറ്റുകളിൽ നിന്നും ഒരുപാട് കുറവുകളിൽ നിന്നുമാണ് പഠിച്ച് നമ്മൾ വലിയ വലിയ തലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അന്നൊരു സ്റ്റാറൊക്കെ ആയ സമയത്തും ഒക്കെ ഒരുപാട് ഓടിയിട്ടുണ്ട്. അന്ന് അതിന്റെ പക്വത കുറവും അറിവില്ലായ്മയും അന്ന് കുറെ പഠിക്കാനായിട്ട് അവസരം തന്നു എന്നെ. പക്ഷെ ഇന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നല്ല പറയണേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ടെക്നിക്കൽ മുമ്പ് അതിനേക്കാൾ കുറവാണ് ധൈര്യം കൂടി. ഇന്ന് ഏത് ഏരിയയിലും, മഹാരാഷ്ട്രയിൽ പോകണം, നാസിക്കിൽ പോകണം, എവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് ധൈര്യമാണ്, ഒരു വിഷയമില്ല. അതൊക്കെ എന്നെ നേടിയെടുക്കാൻ സഹായിച്ചത് എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സാണ്. അപ്പോൾ ലീഡേഴ്സ് ഏത് തളർച്ചയിലും തകർച്ചയിലും കൂടെ നിൽക്കാനും എൻ്റെ മെന്റേഴ്സ് കൂടെ നിന്ന് നമുക്ക് എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ മാർഗനിർദ്ദേശങ്ങളായിട്ട് ചെയ്ത് എന്നെ കുടുംബത്തിനെ ഒരു സാമ്പത്തിക സുരക്ഷിതയിലേക്ക് എത്തിച്ച എൻ്റെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് തന്ന ഒരു വലിയ അവസരം, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർ റൂബി എന്നാണ് എപ്പോഴും എനിക്കിപ്പോഴും വായിൽ വരുന്നത്, സ്റ്റാർ റൂബിയാണ്. ഗിരീഷ് സാറിന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് JRCM, ഗുഡ് RCM. താങ്ക് യു.